കേന്ദ്ര സർക്കാർ സഹായത്താൽ മുഖം മിനുക്കി ഗുരുപവനപുരി. ഗുരുവായൂർ തീർത്ഥാടകർക്കായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സും ടൂറിസം അമ്യൂണിറ്റി സെന്ററും നാടിന് സമർപ്പിച്ചു. ചേരമൻ ജുമാ മസ്ജിദിലും മലയാറ്റൂർ പള്ളിയിലും കേന്ദ്ര സർക്കാർ സഹായത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വർഷത്തിൽ 4 കോടിയിലധികം തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രനഗരിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമായിരുന്നു കാർ പാർക്കിംഗ് കോംപ്ലക്സും ടൂറിസം അമ്യൂണിറ്റി സെന്ററും. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഇരു പദ്ധതികളും കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. मैं प्रधानमंत्री जी के स्लोगन का अभिनंदन करता हूं जब उन्होंने कहा था कि देखो अपना देश, कि भाई आप 15 डेस्टिनेशन पर 3 साल में देश के भीतर जाइए फिर बाहर जाइए. 23 കോടി 56 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ കാർ പാർക്കിംഗ് കോംപ്ലക്സിനായി ചെലവഴിച്ചത്. 3 കോടി 94 ലക്ഷം രൂപയാണ് ടൂറിസം അമ്യൂണിറ്റി സെന്ററിന് നൽകിയത്. വർഷങ്ങളായി ജനങ്ങളേറെ ബുദ്ധിമുട്ടുന്ന ഗതാഗത കുരുക്കിനാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അറുതി വരുന്നത്. 4 നിരകളിലായി ഒരേ സമയം 700 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് ബസ് സ്റ്റാൻഡിനോടും റെയിൽവേ സ്റ്റേഷനോടും ചേർന്ന് തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനാണ് ടൂറിസം അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചത്. സംസ്ഥാന ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി. ഇന്ത്യയെ ഒരു ആഗോള ടൂറിസം കേന്ദ്രമാക്കിയിട്ട് മാറ്റാൻ, അതോടൊപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയെ സ്വയം പര്യാപ്ത രാഷ്ട്രമാക്കിയിട്ട് മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ ആശയം, ആ ആശയത്തിനനുസൃതമായിട്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാവുന്നത്. TN പ്രതാപൻ MP, KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജനം, തൃശൂർ.